ഹരികുമാർ സർ നമസ്കാരം. നമസ്തേ. CJP കോക്രോച്ച് ജനതാ പാർട്ടി ആരാണ് ഈ പാർട്ടിയെ ബാക്ക് ചെയ്യുന്നത്? ഈ ഒരു ഐഡിയ ആരുടെ തലയിൽ നിന്നാണ് ഉദിച്ചത്? എന്താണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം? നമ്മൾ പുറമേ കാണുന്നത് മാത്രമാണോ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം? അത് ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ തെറിപ്പിക്കുക എന്ന ഉദ്ദേശം BJPക്കകത്ത് തന്നെ അല്ലെങ്കിൽ RSSൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല പ്രമുഖർക്കും ആഗ്രഹമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിലയിരുത്തലിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? നിലവിലിപ്പം പുതിയൊരു ട്വീറ്റുമായിട്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അതിവേഗ കോടതികളെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കഠിനമായ ശിക്ഷ അറസ്റ്റിലായവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതിനായിട്ട് അതിവേഗ കോടതികളെ നിയോഗിക്കാൻ വേണ്ടപ്പെട്ട അധികാരികളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഈ വിഷയത്തിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ചോദിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, എന്താണ് CJPയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം? ഗൗതമിന്റെ ചോദ്യത്തിന് ചാടിക്കയറി മറുപടി പറയാതെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആ മറുപടിയിലേക്ക് എത്താം. യഥാർത്ഥത്തില് കേന്ദ്ര സർക്കാർ ഇപ്പോ ഈ നരേന്ദ്രമോദി അധികാരത്തിന് കയറിയതിനു ശേഷം നിരവധി സമരങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതിൽ ആദ്യം സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വിരുദ്ധ പിന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്ട്രി അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് എതിരെയുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നീട് വന്നത് കർഷക സമരമാണ്. ആ കർഷക സമരം അതിനുശേഷം പിന്നീട് ഇപ്പോ ഈ പാറ്റകളുടെ സമരം. അപ്പോ ആദ്യത്തെ സമരങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അതിനെ നിസ്സാരമായിട്ട് അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. കർഷക സമരം വന്നപ്പോൾ അവിടെ സർക്കാരിന് ഒരു പിന്നോട്ട് കാല് വെക്കേണ്ട വന്നു. കാരണം ആ ഫാർമേഴ്സ് ആക്ട് 3 നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങൾ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. അവിടെ സർക്കാർ മുട്ടുകുത്തി. മൂന്നാമത്തെ ഈ സമരം യഥാർത്ഥത്തിൽ അത് ജൂൺ 5-നാണ് തുടങ്ങിയത്. ഏതാണ്ട് ഒരു 1.5 മാസത്തോളമായി സമരം തുടങ്ങിയിട്ട്. ആദ്യഘട്ടത്തിൽ സമരം ഇത്ര വലിയൊരു ഗൗരവമുള്ള ഒരു വികാരമൊന്നും ഉണ്ടാക്കിയില്ല. സമരം ആൾക്കാർ വളരെ കൗതുകത്തോടും പരിഹാസത്തോടുമാണ് ചെറുപ്പത്തിൽ പൊതുജനം പോലും കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ ഉന്നയിച്ച വിഷയം അതിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു. ആ പ്രസക്തി എന്ന് പറയുന്നത്, ഇന്ത്യയില് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പരീക്ഷകൾ പലതും പാളിപ്പോവുക. അതിപ്പോ കേന്ദ്ര സർക്കാർ നടത്തുന്ന മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ PSCയുടെ പരീക്ഷ അങ്ങനെ തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് തെറ്റ് ചെയ്താൽ ജനം ക്ഷമിക്കും, BJP തെറ്റ് ചെയ്താൽ ക്ഷമിക്കില്ല. BJP കോൺഗ്രസ് കാണിച്ച തെറ്റ് ആവർത്തിക്കാനല്ല നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയത് ജനം. അവിടെ പ്രധാനമന്ത്രിക്ക് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സമരം തുടങ്ങിയപ്പോൾ ആ സമരത്തിനെ കുറിച്ചിട്ട് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്ന ഒരു വിലയിരുത്തൽ ഇപ്പൊ മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് ഈ അഭിജിത് ദീപ്കയും മറ്റേ വേറൊരു സൗരവ് ദാസോ എന്താണ് രാഹുൽ ദാസോ അങ്ങനെ അവരുടെ ഒരു പ്രതിനിധിയൊക്കെ ആയിട്ട് ചർച്ച നടത്തി. അത് മാത്രമല്ല, കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര പ്രധാൻ, എന്താ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും അതുപോലെ JP നഡ്ഡയും പിന്നെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒത്തുതീർപ്പ്. അതുപോലെ പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ വന്നു. ഇതൊക്കെ എന്തുകൊണ്ട് വന്നു? ഇനി ഞാൻ ഗൗതം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഈ സമരത്തിന്റെ പിന്നിൽ ആരാണ്? BJPക്കുള്ളില് ഈ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ടോ? മോദിയെ പുറത്താക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഇപ്പോ ഉയർന്നു വന്നിട്ടുണ്ട്. അത് വെറും ഊഹാപോഹ ചോദ്യങ്ങളല്ല. ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം കൃത്യമായിട്ടും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാനുള്ള കാരണം കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം,
അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന വൻ കൊള്ളയാണ്, അഴിമതിയാണ്. അപ്പൊ ഇത് രണ്ടുകൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംഘം BJPയിൽ ഇപ്പൊ അധികാരം കൈയാളുന്ന ഒരു ഗുജറാത്തി ലോബിയാണ്. ആ ഗുജറാത്തി ലോബിക്കെതിരെ മറ്റൊരു ശക്തമായ ഒരു ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. ഞാന് ഈ അയോധ്യ ക്ഷേത്രത്തിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് അവിടെ ഹിന്ദി മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ആ വാർത്തകൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ അയോധ്യയിലും പരിസര പ്രദേശത്തെയുമുള്ള യഥാർത്ഥ UP-ക്കാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം അവരുടെ ഭൂമി മുഴുവൻ ഗുജറാത്തികൾ വന്ന് വാങ്ങിച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിലെ ഇപ്പോ BJP MP ഇല്ല. BJP സ്ഥാനാർത്ഥി അവിടെ കഴിഞ്ഞ 2025 ലോക്സഭാ ഇലക്ഷൻ പരാജയപ്പെട്ടിരുന്നു. അപ്പൊ പ്രദേശത്ത് BJPയുടെ സ്വാധീനം ഇല്ലാതായി. അതെന്തുകൊണ്ടാണ്? പ്രാദേശികവാസികളായിട്ടുള്ള ഈ ഉത്തർപ്രദേശ് നിവാസികൾ അവർക്ക് അവിടെ നടക്കുന്നതിനോട് പ്രതിഷേധം ഇന്നലെയല്ല തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളാലുള്ള പ്രതിഷേധം കാരണം മോദിയെ മാറ്റണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം സംഘത്തിലും BJPയിലും ഉണ്ട് എന്നുള്ള ആ ചോദ്യത്തിന് സാധ്യതയുണ്ട് എന്നൊരു മറുപടി എനിക്കിപ്പം തരാൻ പറ്റുള്ളൂ. എനിക്കത് നിഷേധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സമരം ഇതൊരു അവസരമായി കണ്ട് മോദിയെ ഈ ഒരു സമരം കൊണ്ട് ഇറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷേ മോദി ബ്രാൻഡ് എന്ന് പറയുന്നതിന് വലിയ ഇടിവാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. മോദി ബ്രാൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്കാണ് വന്നത്. ചിറകരി മോദി അതുകൊണ്ടാണല്ലോ ആദ്യം ഇവരുമായിട്ട് ചർച്ച നടത്താൻ സാധിക്കാതിരുന്ന പ്രധാനമന്ത്രി അമിത്ഷായും ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് 3 പേരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ പിറകിൽ നിൽക്കുന്ന അമിത്ഷായും അജിത് ഡോവാലുമാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഡൽഹിയിലുള്ള പത്രക്കാർ പറയുന്നത്. എനിക്ക് എത്രത്തോളം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്റെ സുഹൃത്തുക്കളായ ഡൽഹിയിലുള്ള പത്രക്കാർ അങ്ങനെയാണ് പറയുന്നത്. അതിൽ വസ്തുതയില്ല, അത് തള്ളിക്കളയാനും എനിക്ക് തോന്നുന്നില്ല. പണ്ടാണെങ്കിൽ ഞാൻ തള്ളിക്കളയുമായിരുന്നു. അപ്പോ ഈ ഒരു ലോബിയില് ഇവർ ചില അടിസ്ഥാന മിസ്റ്റേക്കുകൾ വരുത്തി ഈ സമരം ഹാൻഡിൽ ചെയ്യുന്നത്. എന്തെന്നാൽ ഈ സമരം എന്നത് BJP വിരുദ്ധരുടെ സമരമല്ല, ഇതൊരു മിഡിൽ ക്ലാസിന്റെ സമരമാണ്. ഇതൊരു ദേശവിരുദ്ധ സമരമല്ല. ഇത് ഒരു ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ഇതിൽ ജാതിയില്ല, മതമില്ല. ഇത്തരം ഒരു സമരത്തെ മോദി പേടിക്കുന്നുണ്ട്. കാരണം ജാതി, മതം എന്ന തുടങ്ങിയ ഘടകങ്ങൾക്കൊന്നും മോദി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സമരം വന്നാൽ മോദി ബാലിയെപ്പോലാണ്. എതിർക്കുന്നവന്റെ പകുതി ശക്തി മോദിക്ക്. മുസ്ലിം സംഘടനകൾ ഇതിനകത്തിൽ ഈ സമരം പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്ത റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളായി അവരവിടെ കയറി സ്ലോഗനുകളൊക്കെ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സമരം പരാജയപ്പെടും. കാരണം വടക്കേ ഇന്ത്യയിലെ സാധാരണ പൗരന് മലയാളി, കേരളത്തിലെ സെക്കുലറിസ്റ്റുകളുടെ ചിന്തയല്ല. കേരളത്തിലെ മതേതര, പിന്നെ അങ്ങനെ പറയുന്ന പുരോഗമന മതേതര എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനുസ് ആൾക്കാരുണ്ട്. അവരെവിടെ ചെന്നാലും അവര് മോദി എതിർക്കാൻ ചെന്നാൽ മോദിക്ക് വലിയ വിജയമാണ്. സത്യത്തിൽ ഈ കേരളത്തിൽ നിന്ന് അവിടെ സമരം ചെയ്യാൻ പോകുന്ന ആൾക്കാര് സമരത്തെ അട്ടിമറിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ MP-മാരും കേരളത്തിലെ മന്ത്രിമാരും ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നാൽ സമരം സ്വാഭാവികമായിട്ട് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ചെന്നാൽ ഈ സമരം പരാജയപ്പെടും. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ആദ്യം ചോദിച്ചത് കാര്യം തന്നെയാണ് സാർ ചോദിക്കാനുള്ളത്. വെറും 2 മാസം, എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ, മെയ് 16-ാം തീയതിയാണ് ഇങ്ങനെ ഒരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു CJP എന്ന് പറയുന്ന സംഗതി രൂപം കൊള്ളുന്നത്. അതിന് വലിയ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ, സമൂഹ മാധ്യമങ്ങളിൽ രൂപപ്പെടുന്നു. അത് BJPയുടെയും കോൺഗ്രസിൻ്റെയും മറികടന്നുള്ള ഫോളോവേഴ്സ് അതിന് ലഭിക്കുന്നു. പിന്നീട് ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ ബോസ്റ്റണിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നു, ഡൽഹി വിമാനത്താവളത്തിലെത്തുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയുള്ള പ്രചരണം ഉണ്ടായി, പക്ഷെ ആരും അറസ്റ്റ് ചെയ്തില്ല. അപ്പം ഇങ്ങനെ ആദ്യ സമയത്തൊക്കെ കുറച്ചുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ പോകുന്നു. അപ്പം ഇന്നിപ്പോൾ അവർ നമ്മുടെ നേഷനെ തന്നെ, രാജ്യത്തെ തന്നെ സ്റ്റാൻഡ് സ്റ്റില്ല് നിർത്തിയിരിക്കുകയാണ് CJP. അപ്പോൾ ഈ ചെറിയ ചെറിയ കാലയളവിനുള്ളിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പോപ്പുലാരിറ്റി ലഭിച്ചത്? അപ്പോൾ ആരെങ്കിലും ഇവരെ പിന്തുണയ്ക്കാൻ തീർച്ചയായിട്ടും ബാക്കിൽ ഉണ്ടാവുമല്ലോ. അതാരാണ്? അത് ദേശവിരുദ്ധ ശക്തികളാണോ അതോ ദേശത്തിന്റെ തന്നെ ശക്തികളാണോ എന്നുള്ളതാണ്.
അല്ല, ഗൗതം ചോദിച്ച ചോദ്യത്തില് എനിക്ക് ഗൗതം പറഞ്ഞ ചില കാര്യങ്ങളോട് അടിസ്ഥാനപരമായി വിയോജിപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴും ഇത് ഡൽഹിയിലെ മലയാള പത്രങ്ങളിൽ വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഡൽഹിയിലെങ്ങും ഇല്ല. അത് വടക്കേ ഇന്ത്യയെ കുറിച്ച് ഈ മലയാള പത്രങ്ങള് ദൗർഭാഗ്യവശാൽ സത്യത്തെ എപ്പോഴും വളച്ചൊടിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഹിന്ദി അറിഞ്ഞുകൂടാ. രണ്ടാമത് ഇംഗ്ലീഷും അറിയാവുന്നവർ വളരെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പോയിട്ട് ഇത് ഏതാണ്ട് പോയി ഇത് അവിടെ കുറച്ച് ആൾക്കാർ ഇത് അത്ര വലിയ സംഭവം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും. ഇപ്പൊ ഈ സമരം നടത്തിയതിന്റെ ഇപ്പോ രാഹുൽ ഗാന്ധി അവിടെ അതിനകത്തിൽ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ആ സമരത്തിന് ഈ ഒരു ഡയമെൻഷൻ വന്നത്. അതല്ലായിരുന്നെങ്കിൽ ഈ ഡയമെൻഷൻ കിട്ടത്തില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. അതില് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രാഹുൽ ഗാന്ധിയും വളരെ കൗശലത്തോട് കൂടിയിട്ടാണ് നിന്നത്. ഈ സമരത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുമെന്ന് തോന്നുമ്പോഴാണ് ഇദ്ദേഹം വന്ന് ഇടപെട്ടത്. അതുവരെ ഇയാൾ മിണ്ടിയിട്ടില്ല. അത് വേറൊരു വിഷയം. അതൊക്കെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഗൗതം എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ സമരത്തിന്റെ പ്രസക്തി, അതൊരു വസ്തുതയാണ്. ആ സമരത്തിന്റെ കാരണങ്ങൾ വളരെ കൃത്യമായ കാരണങ്ങളാണ്. പക്ഷെ അവർക്ക് ഗൗതം വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ജനപിന്തുണയൊന്നുമില്ല. ഏത് രാജ്യത്ത് എവിടെയാണ് സ്റ്റാൻഡ് സ്റ്റില്ലായത്? കേരളത്തിൽ എന്തോ ഇവിടെ KSU ഒരു സമരം നടത്തും. ഇന്നിപ്പോ സമരം നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ SFIയുടെ സമരമുണ്ട്. അന്നേരം ബാധിക്കും. അത് KSUവിന്റെ SFIയുടെ സംഘടനാ നെറ്റ്വർക്കാണ്. അല്ലാതെ പാർട്ടികൾ കേരളത്തിലൊന്നും ഇല്ല. വേറെ തൊട്ടടുത്ത സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ഇതിന് എന്ത് പ്രസക്തിയാണ്? അല്ലെങ്കിൽ ബംഗാളിൽ ഇതിന് എന്ത് പ്രസക്തിയാണ്? ഹരിയാനയിലോ പഞ്ചാബിലോ കുറെ കർഷകർ പഞ്ചാബിൽ നിന്ന് വന്നു എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് ഇവരുടെ സംഘടനയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ ഒരു അഭിപ്രായവും എനിക്കില്ല. പകരം അവർ ഉന്നയിച്ച വിഷയം കൃത്യമാണ്. അത് ഞാൻ സമ്മതിക്കും. ആ വിഷയം പലരും ഉന്നയിക്കേണ്ട വിഷയമാണ്. പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമമാണ്. 4-5 കൊല്ലം 3 തവണ നീറ്റ് പരാജയപ്പെട്ടിട്ടും സർക്കാർ വേണ്ട രീതിയിൽ നടപടി എടുത്തില്ലെങ്കിൽ അവിടെ എന്തോ അടിസ്ഥാന പ്രശ്നമുണ്ട്. അവിടെ അതൊരു ധാർഷ്ട്യമാണ്. അതായത് ഈ പറയുന്ന ഭരണത്തിലിരിക്കുന്ന ഒരു ടീം വിചാരിക്കുന്നത് അവർക്ക് തോന്നിയ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ആ ധാർഷ്ട്യം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് സംഘത്തിലുമുണ്ട്, BJPയിലുമുണ്ട്. ആ പിന്തുണ കൊടുക്കുന്നത് അതിപ്പോ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. അപ്പം ഉള്ളിൽ നിന്ന് തന്നെയുള്ള പിന്തുണയാണ്, അല്ലാതെ പുറത്തുനിന്നുള്ളതല്ല. പക്ഷെ ഈ സമയം നോക്കി രാഷ്ട്രവിരുദ്ധ ശക്തികളൊക്കെ ഇതിൽ കയറിക്കൂടും. അതങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ്? സമരം നടത്തുന്ന സംഘടന വീക്കായതുകൊണ്ടാണ്. സമരം നടത്തുന്ന സംഘടന ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ള കൃത്യമായിരിക്കണം, വിളിക്കുന്ന മുദ്രാവാക്യം ഒന്നായിരിക്കണം എന്നൊക്കെയുള്ള അങ്ങനെ അച്ചടക്കമുള്ള ഒരു വോളണ്ടിയർ ഫോഴ്സ് സംഘടനയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ കേന്ദ്ര സർക്കാർ നിസ്സാരമായിട്ട് ഇല്ലാതാക്കും. പക്ഷേ ഈ സമരം മറ്റു ചിലർക്ക് ചില ആശയങ്ങൾ കൊടുക്കും. കോൺഗ്രസിനെ പോലുള്ള സംഘടനകൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ചില നേട്ടം ഉണ്ടാക്കും. പാർട്ടികൾക്ക് ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടികള് ആരുടെയോ അത് ഒരു ആയുധമായി. എന്താ അഭിജിത് ദീപ് ബോസ്റ്റണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ വിമാനത്തിൽ കയറി വന്നാല് അങ്ങനെ ഇവിടെ പിന്നെ സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് അയാൾക്ക് ഈ നാടിന് അല്ല, പാർട്ടികൾക്ക് പ്രസക്തിയില്ല. പക്ഷെ പാർട്ടികൾ ഉന്നയിച്ച വിഷയത്തിന് പ്രസക്തി ഉണ്ടെന്നാണ് സാറ് പറയുന്നത്. എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത്? അദ്ദേഹത്തെ ഇത്രയും ക്രമക്കേടുകൾ ഉണ്ടായിട്ട് അതിന്റെ തലപ്പത്ത് അതൊരു ധാർഷ്ട്യമാണ്. അല്ല, നമുക്കറിയാലോ സാറേ, പിണറായി വിജയന്റെ ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം ഇതെങ്ങനെയാണ് നിയമസഭയില് ജനം അടിച്ചിരുത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ആ ഒരു രീതിയിൽ, അതായത് 10 വർഷത്തെ പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യമാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ വോട്ടിലൂടെ ഇല്ലാതാക്കി കളഞ്ഞത്. ആ ഒരു സംഗതിയിലേക്ക് മോദി ഭരണത്തെയും എത്തിക്കുമോ എന്നുള്ളതാണ്. മോദി ഭരണത്തില് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ മോദിക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു വല്ലാത്തൊരു മായാലോ പ്രതീക്ഷ നിൽക്കുന്നത്. BJPക്ക് ഇപ്രാവശ്യം 40 സീറ്റേ ഉള്ളൂ. MP ആണ് ഭരിക്കുന്നത്, മോദി അല്ല. പക്ഷെ അത് മറന്നു പോയി പലരും. മോദി 5.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അദ്ദേഹത്തിന് വെറും 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്രാവശ്യം ജയിച്ചത്. രാഹുൽ ഗാന്ധി വീണ്ടും ജയിച്ചു. മനസ്സിലായോ? അപ്പോ ഈ യാഥാർത്ഥ്യമുള്ള മൂന്നാം മോദി സർക്കാർ എവിടേക്ക് യഥാർത്ഥ മോദി ഒരു തന്ത്രം ഇല്ലാതായിപ്പോയി. രണ്ടാമത്തിന് ഈ പ്രതിസന്ധി ഉണ്ടായപ്പോ തന്നെ സമരം നടത്താണ്ടിരിക്കട്ടെ, നടത്തണം. സർക്കാർ സമരക്കാർക്ക് മോദി വിളിച്ചിട്ട് അവരുമായിട്ട് ചർച്ച നടത്തുകയും
അതിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം മോദിയുടെ വിജയമായിട്ട് മാറുമായിരുന്നു. മോദിക്ക് പാർട്ടിയിലുള്ള പിടി കൂടുമായിരുന്നു. മോദി പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും കയ്യിൽ നിന്നും വിഷയം ഏറ്റെടുക്കണമായിരുന്നു. അപ്പം പക്ഷെ അതിന് ABVP ഉപയോഗിക്കണം. പക്ഷെ ABVP എന്ന പ്രസ്ഥാനം ഇത് തകർന്നു പോയിരിക്കും. അപ്പൊ രാഷ്ട്രീയ ബുദ്ധിയിൽ മോദി എവിടെയോ മോദിക്ക് പിഴയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇത് ബ്രാൻഡ് മോദിയെ അഫക്ട് ചെയ്യും. മോദി ഭരണകൂടം ഒന്നും ഒരു പ്രതിസന്ധിയും നേരിടാൻ പോകുന്നില്ല. മോദി ഭരണകൂടം വീണ്ടും നിൽക്കും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത വേറൊരു വലിയ വിഷയം ഒരുപക്ഷെ 2029 പതുക്കെ മോദിയുടെ ചിറക് RSS തന്നെ അരിയാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ അമിത്ഷാ ഒരുപക്ഷെ ഉപപ്രധാനമന്ത്രി സ്ഥാനം അമിത്ഷായ്ക്ക് കൊടുത്തിട്ട് 2029 പുള്ളി പുറത്തോട്ട് പോകും. പുതിയ നേതാക്കന്മാർ, വടക്കേ ഇന്ത്യൻ നേതാക്കന്മാർ BJPയുടെ തലപ്പത്ത് വരും. ബംഗാളിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കന്മാരെ ഭാവിയിൽ BJPയെ നിയന്ത്രിക്കും. ഇതാണ് എന്റെ വിലയിരുത്തൽ. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിവിടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ ഒരു കാര്യമാണ് മോദിയുടെ ചിറക് അരിയും.